ഹായ്. ആശിഷ് ചിന്നപ്പ സംവിധാനം ചെയ്ത് 2023 ഇറങ്ങിയ ഒരു സിനിമയെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സിനിമയുടെ പേര് ജലധാര. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് ഇപ്പൊ പറയാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഇന്നലെയാണ് ഈ സിനിമ ഹോട്ട്സ്റ്റാറിൽ കാണുന്നത്. അപ്പൊ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല കോമഡീസും സെന്റിമെന്റ്സും പിന്നെ കുഴപ്പമില്ലാത്തൊരു കഥയൊക്കെയാണ് ഈ സിനിമയിൽ പോയിട്ടുള്ളത്. ഈ സിനിമയിൽ ഇന്ദ്രൻ സേട്ടൻ, ഊർവശി ചേച്ചി, സനൂഷ, അതേപോലെ TG രവി, ജോണി ആന്റണി, ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതേപോലെ വിജയരാഘവേട്ടനുണ്ട്. ചേട്ടൻ കുറച്ച് സീനുകളുള്ളൂ, എന്നാലും കുഴപ്പമില്ലാതെ മൂപ്പരും ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ സിനിമയിലെ കഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഇന്ദ്രൻ സേട്ടൻ ഒരു മോട്ടോർ കള്ളനാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഉർവശി ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് മോട്ടോർ കത്തുന്ന സമയത്ത് ആ പരിസരത്ത് നിന്നുള്ള ആൾക്കാരെ കണ്ട് ഇദ്ദേഹത്തെ പിടിക്കുകയും ഇദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിക്കുകയും, അതായത് വിജയരാഘവൻ പറയുന്നുണ്ട് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ള രീതിയാണ് അവര് ജസ്റ്റ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹം ഏകദേശം 6-7 വർഷത്തോളം ഉർവശി ചേച്ചിയും ഇന്ദ്രൻ ചേട്ടനും കോടതിയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് വിജയരാഘവേട്ടൻ മരണപ്പെടുന്നുണ്ട്. പിന്നെ അദ്ദേഹം സ്ക്രീനിലില്ല. അങ്ങനെ ആ ഒരു 6 വർഷത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് കോമഡീസും കാര്യങ്ങളും, പിന്നെ അതിനുശേഷവും നടക്കുന്ന കുറച്ച് കോമഡി, ഉർവശിയൊക്കെ നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ കോമഡീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നല്ല ഇമോഷൻസും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു ക്യാരക്ടറിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സനുഷ. സനുഷ എന്ന് പറയുന്നത് ഉർവശി ചേച്ചിയുടെ മകളായിട്ടാണ്. പിന്നെ ഈ മകളും അമ്മയും തമ്മിലുള്ള കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഈ മൂവീസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു കഥയാണ്, പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ദ്രൻ സേട്ടന്റെ ഫാമിലീസിലോട്ട് പോകാന്നുണ്ടെങ്കിൽ, ഇന്ദ്രൻ ചേട്ടന് ഒരു മകളുണ്ട്. അപ്പൊ അച്ഛൻ കള്ളനാണ് എന്ന് അറിഞ്ഞപ്പോ അച്ഛനോട് ദേഷ്യം വരികയും അച്ഛനോട് സംസാരിക്കാതിരിക്കുകയും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഈ പടം ലാസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പകുതി മുക്കാലും നടക്കുന്നത്. അപ്പോൾ കോടതിയിലെ വക്കീലൊക്കെ ആയിട്ടാണ് നമ്മുടെ TG രവിയും അതേപോലെ ജോണി ആന്റണിയും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതിന്റെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ കുറ്റക്കാരനല്ല എന്നുള്ളത് കോടതി വിധിക്കുകയും, അതേപോലെ ഉർവശി ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ഞാനാണ് ഈ കുറ്റം ചെയ്തത് എന്നുള്ളത് തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് ഈ കോടതിയിൽ വരുമ്പോൾ മാത്രമാണ് ശത്രുക്കളെ പോലെയും, അല്ലാത്ത സമയത്ത് എന്താ പറയുക ഒരു കൂട്ടുകാരെ പോലെയൊക്കെ ആയിട്ടാണ് ഇന്ദ്രൻ ചേട്ടനും ഉർവശി ചേച്ചി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് കോമഡീസും പിന്നെ അവരുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇമോഷൻസും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത രണ്ട് മൂന്ന് സോങ്സ് ഉണ്ട്. പിന്നെ നല്ല ഗ്രാമീണ പശ്ചാത്തലത്തിൽ എടുത്തിട്ടുള്ള ഒരു മൂവി കൂടിയാണ്. അപ്പോൾ ഓവറോൾ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഇന്ദ്രൻ സേട്ടന്റെ ഒക്കെ കുറച്ച് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് നല്ല ഫീല് തോന്നിയിരുന്നു. അതേപോലെ ഉർവശി ചേച്ചിയുടേതും ഇമോഷൻസിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ ഈ മൂവി ഉണ്ട്, കണ്ടു നോക്കൂ. കണ്ടവരാണെങ്കിൽ ഇതിന്റെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അതുപോലെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതിന്റെ കമന്റ് എന്നോട് അറിയിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.